His prayer reached the heavens. അപ്പോൾ ഹല്ലേലൂയ നന്മ പ്രവൃത്തികൾ നാം ഒരിക്കൽ ചെയ്തുകൊണ്ട് നാം തൃപ്തിപ്പെടുവാനല്ല തുടർന്നും നാം ചെയ്തെങ്കിലേ അതിന്റെ ഫലം നമുക്ക് കൊയ്യുവാനൊക്കെ ഉള്ളൂ. We must not be satisfied with doing good deeds for a temporary time period, but throughout our lives. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കുമ്പോൾ നാലാമതായിട്ട് നാം വിശുദ്ധരായിരിക്കണം. And the fourth thing is we must be holy. അപ്പോൾ വിശുദ്ധ ജീവിതം നയിക്കാത്ത ഒരുത്തർക്കും കർത്താവിനെ കാണുവാൻ കഴിയില്ല. And without holiness no man can see God. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് വായിക്കുന്നു. We read in the word, be ye holy as I am holy. നാം വെളിപ്പാട് പുസ്തകം 3:4 വായിക്കുമ്പോൾ അവിടെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. In Revelation 3:4 it talks about a holy life. ജയിക്കുന്നവനെ വെള്ളയുടുപ്പ് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. Those who are victorious, I will give to him the white garments. അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയില്ല എന്ന് പറയുന്നുണ്ട്. And his name shall not be erased out of the book of life. അപ്പോൾ നിശ്ചയമായിട്ടും വിശുദ്ധ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുകയുള്ളൂ. And only if you lead a holy life will you be taken up in his coming. പിന്നീട് നാം വായിക്കുമ്പോൾ നാം വിശുദ്ധ ജീവിതം നയിക്കുന്നവർ അവർ ഉണർന്നിരിക്കണം. And those who lead a holy life should be vigilant. അപ്പോൾ ഉണർന്നിരുന്നെങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുകയുള്ളൂ. And only if you stay awake will you be taken up in the coming of Christ. അപ്പോൾ ഉണർന്നിരിക്കുന്ന വ്യക്തി പിന്നീട് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. And those who are awake should wait upon the Lord. അപ്പോൾ കർത്താവിന്റെ വരവിന് വേണ്ടി അവൻ ഒരുങ്ങിയിരിക്കണം. ഒരുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കഴിയുള്ളൂ. And he must be prepared for the second coming of the Lord. ഏഴാമതായിട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം. And we must wait upon the Lord. അപ്പോൾ കാത്തിരിക്കുന്നവരെ കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. And the prophet Isaiah describes these people and he says, those who wait upon the Lord shall renew their strength. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. They shall fly up like eagles. അപ്പോൾ നിശ്ചയമായി നാം ഓർക്കണം, കഴുകന്മാരെ പോലെ ചിറകടിച്ച് കർത്താവിന്റെ വരവെങ്കിൽ പോകണമെങ്കിൽ നിശ്ചയമായിട്ടും നാം കാത്തിരിക്കുന്നവരായിരിക്കണം. And if we are to be taken up and fly up like eagles, we must be those people that wait on the Lord. അപ്പോൾ കാത്തിരുന്നില്ല എങ്കിൽ നമുക്ക് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കഴിയില്ല. And if you do not wait upon the Lord, you cannot be taken up in his second coming. നാം വായിച്ചതായ വേദഭാഗത്തിൽ നാം ആരാണ്? നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. And as we read in Hebrews, we are not those who draw back to destruction. പിന്നെയോ നാം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു? But rather of those who believe in the saving of the soul. ദൈവത്തിലും ദൈവവചനത്തിലും നാം പൂർണ്ണമായി വിശ്വസിക്കുക. We should believe completely in God and in his word. അപ്പോൾ അത് വിശ്വസിക്കാതിരുന്നാൽ നമുക്കൊരിക്കലും അത് പ്രായോഗികമാക്കുവാൻ കഴിയില്ല. Without having faith and belief in that, you cannot make it practical in your life. പല ആൾക്കാരും ദൈവത്തോട് മറുതലിക്കുന്നുണ്ട്. There are many who go against God. ഞാൻ ഇന്നത് ചെയ്തില്ലെങ്കിൽ എന്നാ പറ്റും, അല്ലെങ്കിൽ എന്നാ ചെയ്യാനാന്നുള്ള ചിന്തയിൽ നിൽക്കുന്നവരുണ്ട്. Some people have the mindset, if I don't do these things or if I do wickedness, what's going to happen? അങ്ങനെ ദൈവത്തോട് വെല്ലുവിളിക്കുന്ന പല ആൾക്കാരുമുണ്ട്. And they call out God and question God. എന്നാൽ ദൈവത്തിന്റെ മുൻപിൽ നാം ദൈവത്തിൽ വിശ്വസിച്ചാൽ നിശ്ചയമായും ദൈവത്തിന്റെ മഹത്വം നാം കാണും. But if you put your faith in God, you shall see the glory of the Lord. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. Abraham put his faith in God and God counted that as righteousness. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ശക്തമായി നാം ദൈവത്തിൽ വിശ്വസിക്കുകയും ശക്തമായി കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങിയിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. So in these days, let us strongly put our faith in God and be prepared for his coming. ഈ കാലഘട്ടങ്ങളിലാണ് ശക്തമായി ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രവൃത്തി വെളിപ്പെടേണ്ടത്. And it is in these times that we should see the glorious works of God. കാരണം
ഇന്ന് ലോകം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Because today the world is sleeping. യൂറോപ്പ് അമേരിക്കയും മറ്റും വളരെയധികം ഉറക്കത്തിലായിരിക്കുകയാണ്. Europe and America are in a deep state of sleep. ഒരിക്കൽ സൂസന്ന വെസ്ലി ഈ യൂറോപ്പ് ആത്മീയമായി തണുത്തുറഞ്ഞിരിക്കുന്നത് കണ്ട് അവൾ വളരെയധികം ദൈവസന്നിധിയിൽ നെടുവീർപ്പോടെ പ്രാർത്ഥിച്ചു. Susanna Wesley saw the state of Europe and she prayed for Europe. അപ്പോൾ ദൈവത്തിന് മനസ്സ് തോന്നിയത് അവളുടെ മക്കളെ എഴുന്നേൽപ്പിക്കാനായിരുന്നു. And so God chose to raise up her children. അവളുടെ മകനായ ജോൺ വെസ്ലിയെ ദൈവം എഴുന്നേൽപ്പിച്ചു. And God raised up John Wesley. അദ്ദേഹം ഉണർവ് പ്രാസംഗികനായി മാറി. And he became a revival preacher. അദ്ദേഹം 80,000 പേരെ രക്ഷയിലേക്ക് നയിക്കുവാനിടയായി തീർന്നു. And he led about 80,000 people into Christ. അദ്ദേഹത്തിന് അവരുടെ രണ്ടാമത്തെ മകനായ ചാൾസ് വെസ്ലിയെ ദൈവം ഉണർത്തി. And then God awoke Charles Wesley. ആ ചാൾസ് വെസ്ലി 20,000 പാട്ടെഴുതി യൂറോപ്പിനെ ഉണർവിലേക്ക് നയിച്ചു. And with 20,000 songs, Charles Wesley led a revival in Europe. അങ്ങനെ തുടർന്ന് ഉണർവ് യൂറോപ്പിൽ അതിശക്തമായിട്ട് മുൻപോട്ട് പോയി. And there was a great revival throughout Europe. തൽഫലമായിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ദൈവം മിഷണറിമാരെ അയച്ചു. And from that God sent missionaries to various parts of the world. ആഫ്രിക്കയിലേക്ക് ഡേവിഡ് ലിവിങ്സ്റ്റനെ അയച്ചു. Into Africa you see David Livingstone. ഇന്ത്യയിലേക്ക് വില്യം ഗേറി അയച്ചു. Into India William Gary. അതുപോലെ ചൈനയിലേക്ക് മറ്റു ചിലരെ ദൈവം അയച്ചു. Into China other missionaries. തുടർന്ന് കാലങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ 1901 ടൊബിക്കയിൽ വലിയൊരു ഉണർവ് ആരംഭിച്ചു. As time passed by in 1901 there was another great revival. അതിന് അനന്തരമായിട്ട് ടെന്നസി എന്ന് പറയുന്ന ആ ഭാഗത്തെ വലിയ ഉണർവ് ആരംഭിച്ചു. And also in Tennessee related to that same revival there was another revival. അങ്ങനെ ഇന്ന് കാണുന്ന ഫുൾ ഗോസ്പല് അത് തെളിഞ്ഞു വന്നത് അങ്ങനെയുള്ള ഉണർവുകൾ മൂലമാണ്. And the full gospel churches that we see today came out of those revivals. ഇന്ന് സഭ അതിന്റെ പൂർണ്ണ സുവിശേഷ സത്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. And so the church has come to the state of full gospel. എന്നാൽ ഇപ്പോൾ യൂറോപ്പും ലോകമൊക്കെയും തണുത്തുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. But now Europe and the rest of the world it's growing cold. അവിടുന്ന് കഴിഞ്ഞ കാലങ്ങളെക്കാൾ 100 മടങ്ങുകൾ ഈ രാജ്യങ്ങൾ ഈ ഭൂപ്രദേശങ്ങൾ ഉണരുവാൻ നാം അതിശ്രദ്ധയോടെ ലോകം ഉണരുവാൻ പ്രാർത്ഥിക്കണം. But we must pray that there be great revivals in these places. എന്നാൽ നമുക്ക് അത് ദൈവസന്നിധിയിൽ വലിയ പ്രതിഫലങ്ങളും അനുഗ്രഹമായി തീരും. And that will become a great reward for us in the presence of God. ആകയാൽ ദൈവവചനത്തിൽ എന്തുകൊണ്ടാണ് കർത്താവിന്റെ വരവ് താമസിക്കുന്നതെന്ന് ചിലർ ചിന്തിച്ചേക്കും. But some may question why the Lord tarries. പത്രോസിന്റെ ലേഖനം നാം വായിക്കുമ്പോൾ 2 പത്രോസ് 3-ാം അധ്യായത്തിൽ നാം കാണുന്നത് അവിടെ മനുഷ്യരുടെ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് നാം അതിൽ നിന്ന് മനസ്സിലാക്കുന്നു. But in 2 Peter we read that it is God waiting for the salvation of all men. അപ്പോൾ കർത്താവ് കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ കള്ളനായിട്ട് വരുമെന്നല്ല, പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുമെന്ന്. When it says that Christ will come like a thief, it doesn't mean he'll come and rob you, but rather he'll come at a time that you don't expect. എന്നാൽ പെട്ടെന്ന് കർത്താവ് വരാതിരിക്കുന്നത് അനേകരും നശിച്ചു പോകുന്നവരും മാനസാന്തരപ്പെടണമെന്ന് വിചാരിച്ചാണ്. But his coming has been delayed that many people may come to repentance. അതുകൊണ്ട് കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. And so he has not tarried his promise. ഏത് സമയത്ത് വന്നാലും എടുക്കപ്പെടുവാൻ ഒരുക്കത്തോടെ നാം ആയിരിക്കുക. We must be ready to go at any time that he comes. Hallelujah. Praise the Lord. Amen. Hallelujah. ദൈവത്തിന്റെ ആയതിനു വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. And so let us submit ourselves to that. ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിക്കാം. And let us humble ourselves. കർത്താവിന്റെ വരവിനു വേണ്ടി എടുക്കപ്പെടുവാൻ നാം ഒരുങ്ങിയിരിക്കുന്നു. Are we prepared to go up in his coming? നാം ഉണർന്നിരിക്കുന്നു. Are we awake? നാം വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. Are we leading a holy life? കർത്താവിന്റെ വരവിനു വേണ്ടി കാത്തിരിക്കുവാൻ എത്രത്തോളം നമുക്ക് സാധിക്കുന്നു. Are we desiring for the second coming of the Lord? കർത്താവിന്റെ വരവിനു വേണ്ടി ഉണർന്നിരിപ്പാൻ എത്രത്തോളം നമുക്ക്
സാധിക്കുന്നു? How much can we be awake for his coming? ഓ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. And let us submit ourselves to the Lord. കർത്താവേ എന്നെ ശക്തീകരിക്കണമേ. God strengthen me. അവിടുത്തെ വരവിനു വേണ്ടി എന്നെ ഒരുക്കണമേ. God prepare me. ആത്മനിറവിലും വിശുദ്ധ ജീവിതത്തിലും എന്നെ തന്നെ ശക്തീകരിക്കണമേ. With the filling of the Spirit, with holy